4 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം വളരെ ദയനീയമാണ്. കൊടുക്കുന്ന വിലയ്ക്ക് ഒരു വണ്ടിക്ക് ഒരു ഇത്തിരി കൂടെ വലിപ്പം വേണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത്ര ദൂരെ ഓടിക്കുമ്പോൾ ആർക്കും ഇത് മനസ്സിലായില്ല എന്നുള്ളതാണ്. അവരാരും പറഞ്ഞില്ലെന്നുള്ളതാണ് സത്യം. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച സത്യത്തില്. ഹായ്, ഹലോ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സച്ചിനാണ്. സച്ചിൻ ആയിട്ട് ഞാൻ പരിചയപ്പെട്ടത് നമ്മുടെ ഹിമാലയത്തിന്റെ കാമറ്റ് വൈറ്റ് വണ്ടി ഡിലേ ആയതിന്റെ പേരിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടിരുന്നു. അങ്ങനെയാണ് സച്ചിനുമായിട്ട് പരിചയപ്പെട്ടത്. സച്ചിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് നമ്മുടെ ഹിമാലയത്തിൽ? ഞാൻ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ടൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു സാധാരണ ബൈക്കായിരുന്നു. അതിൽ അത്രത്തോളം സീറ്റിംഗ് കംഫർട്ടോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസോ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാനിത് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. കൺസിഡറേഷനിൽ ഉണ്ടായിരുന്ന വാഹനങ്ങളിൽ ഒരെണ്ണം നമ്മുടെ KTM-ന്റെ 390 അഡ്വഞ്ചർ ആയിരുന്നു. ആ സമയം തന്നെയാണ് ഈ ഒരു വാഹനം റിലീസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞതും എനിക്കിത് ഇൻട്രസ്റ്റ് തോന്നി. റിവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇത് എടുക്കാമെന്ന് തീരുമാനിച്ചത്. സോ November 7th ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആദ്യത്തെ അവറിൽ തന്നെ ഞാൻ ഈ വണ്ടി ബുക്ക് ചെയ്തതാണ്. പക്ഷേ ഈ ഒരു കളറിന് മാത്രം, കാമറ്റ് വൈറ്റ് കളറിന് മാത്രം നല്ലൊരു ഡിലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റെല്ലാവർക്കും, എൻ്റെ ഒപ്പം ബുക്ക് ചെയ്തായിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ വാഹനം കിട്ടി, നേരത്തെ തന്നെ കിട്ടി. എനിക്കിത് കിട്ടുന്നത് ജാനുവരി അവസാനത്തോടു കൂടി മാത്രമാണ്. എനിക്ക് KTM-ലേക്ക് ഒരു നോട്ടം ഉണ്ടായിരുന്നത് അതിൻ്റെ ഇലക്ട്രോണിക്സ് പാക്കേജും കൊണ്ടാണ്. അതായത് അതിൻ്റെ ട്രാക്ഷൻ കൺട്രോൾ, കോർണറിങ്, ABS ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഒരു ആഡഡ് സേഫ്റ്റി ഫീച്ചർ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അതേസമയം തന്നെ നമ്മുടെ ഹിമാലയൻ 411 അത് ഓടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. എനിക്ക് ഹിമാലയനോട് ഒരു സൈഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിയിലും കൂടെയാണ് ഹിമാലയൻ എടുക്കാനുള്ള ഒരു ആഗ്രഹം എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, വണ്ടി ഇപ്പോൾ മൊത്തം 3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വണ്ടി എടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഇതുവരെ വണ്ടി നല്ല കംഫർട്ടബിൾ ആണ്. എനിക്ക് ഇതിന്റെ സസ്പെൻഷൻ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട്. നമുക്ക് ഇപ്പോൾ ഒരു അത്യാവശ്യം മോശമായിട്ടുള്ള ഒരു റോഡിൽ കൂടെ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് ഓഫ് റോഡ് വരികയാണെങ്കിലും നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ എടുത്തുകൊണ്ട് പോകാവുന്ന ഒരു സസ്പെൻഷൻ ആണ്. കാരണം കാര്യമായിട്ട് ഒരു ബമ്പിനെസോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ഇതിൽ ഒരു തവണ നമ്മൾ വാഗമൺ വരെ ഒരു ട്രിപ്പ് പോയായിരുന്നു. ആ ഒരു സമയത്താണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് സീറ്റിംഗ് ആണെങ്കിലും ഇഷ്ടപ്പെട്ടു. പിന്നെ വണ്ടിയുടെ ഹാൻഡ്ലിംഗ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഇഷ്ടപ്പെട്ടു. ഇതിൽ ഏറ്റവും അധികം അട്രാക്ട് ചെയ്ത ഒരു പാർട്ട് ഇതിന്റെ ട്രിപ്പർ നാവിഗേഷൻ തന്നെയാണ്. അത് ഒരു മാപ്പ് കാണിക്കുക, വഴി കാണിക്കുക എന്നുള്ളതിലുപരി നമുക്ക് മറ്റൊരു കാര്യത്തിൽ കൂടെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. രാത്രിയിൽ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ കാണാൻ പോകുന്ന ഒരു ഹെയർ പിൻ ആണോ ഒരു നോർമൽ വളവാണോ എന്നുള്ളത് നമുക്ക് ട്രിപ്പിൾ നാവിഗേഷനിൽ കൂടെ നേരത്തെ കൂട്ടിയാൽ അറിയാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പയർഡ് ആയിട്ട് പോവാം. വണ്ടി ഒരുപാട് സ്ലോ ഡൗൺ ചെയ്യണ്ട, നമുക്ക് ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഓടിക്കാം. ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ വരുന്നത്. പിന്നെ ട്രിപ്പർ നാവിഗേഷൻ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫോൺ ഒരുപാട് ചൂടാവുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫോൺ ചൂടാവുന്നുണ്ട്, പ്രൊലോങ്ഡ് ആയിട്ട് ഒരുപാട് സമയം യൂസ് ആകുമ്പോൾ ചൂടാവുന്നുണ്ട്, ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ട്രിപ്പർ നാവിഗേഷൻ തരുന്ന കൺവീനിയൻസ് വെച്ച് നോക്കുമ്പോൾ അതൊരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഈ വണ്ടിയിൽ ഒരു കംപ്ലൈന്റ് ആയിട്ട് ആദ്യം തോന്നിയിരുന്നത്, ഞാൻ പല യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടൊരു കാര്യമാണ് വണ്ടി വലതുവശത്തേക്ക് ഇങ്ങനെ പുൾ ചെയ്ത് പോകുന്നതായിട്ട്. സോ ഞാനിതൊന്ന് ശ്രമിച്ചു നോക്കി, കൈവിട്ട് നോക്കുമ്പോൾ എൻ്റെ വണ്ടി ഇതുപോലെ തന്നെ പുൾ ചെയ്ത് പോകുന്നുണ്ട്. ഈ പ്രശ്നം എൻ്റെ വണ്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടപ്പള്ളിയിലുള്ള ഷോറൂമിൽ കൊടുത്തു. അവര് എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ വണ്ടി ആക്ച്വലി ഫിക്സ് ചെയ്ത് കിട്ടി. എനിക്കിപ്പോൾ അങ്ങനെ ഒരു സൈഡ് വലിവ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അത് മാത്രമാണ് ഇതിലൊരു കംപ്ലൈന്റ് ആയിട്ട് വന്നിരുന്നത്. പിന്നെ ഇപ്പോൾ എനിക്കൊരു വിഷയം തോന്നുന്നത്, വണ്ടി ചില സമയങ്ങളിൽ ഓൺ ആക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു തവണ നമ്മൾ ആ ഒരു പവർ ഒന്ന് ഓൺ ചെയ്യുന്ന സമയത്ത് വണ്ടി ഒന്ന് ഓഫ് ആയി പോകുന്ന ഒരു വിഷയം വരുന്നുണ്ട്. പക്ഷെ അതൊരു ഇഷ്യൂ ആണോ അതോ കാലത്ത് കോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ആണോ എനിക്കറിയില്ല, നോക്കണം. നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും രാവിലെ ഒരു 2 മിനിറ്റ് വരെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കാറുണ്ടോ? ഇല്ല, ആക്ച്വലി ഞാൻ വണ്ടി പെട്ടെന്ന് എടുത്തോണ്ട് പോവാണ്. വണ്ടി ഞാൻ ഓൺ ആക്കി കഴിഞ്ഞ് ജസ്റ്റ് ആ ഒരു ബസ്സിംഗ് സൗണ്ട് ഒക്കെ കഴിയുമ്പോഴത്തേനും ഞാൻ വണ്ടി ഓൺ ആക്കി. 1 മിനിറ്റ് എടുക്കുമോ? ഇല്ല, എനിക്ക് തോന്നുന്നത് അത് 1 മിനിറ്റോളം ഒരു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിർത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ആദ്യം ഏറ്റവും കൺസേണിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം ഈ വണ്ടിയുടെ വെയിറ്റ് ആയിരുന്നു. കാരണം ഇത് ലിഫ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് എല്ലാ തവണയും സാധിക്കും എന്നുള്ളതായിരുന്നു എനിക്കൊരു കൺസേൺ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ യൂസേജിൽ വരുമ്പോൾ എനിക്കത് അത്രയ്ക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഈ സ്റ്റാൻഡിന് കുറച്ച് ചെരിവുള്ളത് കൊണ്ട് വണ്ടിയും അത്രമേ ചെരിഞ്ഞായിരിക്കുന്നത്. സോ അന്നേരം ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ശീലത്തിലേക്ക് വരുമ്പോൾ ഇത് കാര്യമായിട്ടൊരു വിഷയം എനിക്ക് തോന്നാറില്ല. വണ്ടി ഏറ്റവും അധികം ബുദ്ധിമുട്ട് വരാറ് പക്ഷേ പാർക്കിംഗ് ലോട്ടുകളിലൊക്കെയാണ്. വണ്ടി ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് അത് എടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ വണ്ടി ലെങ്തി ആണ്. സോ അത് മാത്രമാണ് ഒരു ഇൻകൺവീനിയൻസ് ആയിട്ട് എനിക്ക് ആ ഒരു പാർട്ടിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. വണ്ടി ഒരു തവണ വീണിട്ടുണ്ട്. അതൊരു പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് വണ്ടി ഷൂ ഒന്ന് സ്ലിപ്പായി. സോ വണ്ടി വീണു. വണ്ടി വീഴുന്ന സമയത്താണെങ്കിലും പരമാവധി ഇത് പിടിച്ചു നിർത്താൻ ശ്രമിക്കാതിരിക്കുക. കാരണം പിടിച്ചു നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഹിപ്പിലേക്കാണ് മുഴുവൻ വെയിറ്റും വരുന്നത്. സോ ഞാനിപ്പോ എന്തെങ്കിലും രീതിയിൽ വണ്ടി കയ്യിൽ നിന്ന് പോകുന്ന തോന്നിയാൽ ഞാൻ വണ്ടി അങ്ങനെ ഇട്ട് കളയാറേ ഉള്ളൂ. കാരണം നമ്മുടെ ബോഡിയാണല്ലോ വണ്ടീനേക്കാളും ഇമ്പോർട്ടന്റ്. ഞാൻ 3500 കിലോമീറ്റർ വണ്ടി ഓടിക്കുകയും ഇദ്ദേഹം 3000 കിലോമീറ്റർ വണ്ടി എത്തുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ടാപ്പറ്റ് സൗണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ കിലുകില എന്നുള്ള സൗണ്ടാണ്.
അത് തൽക്കാലം ഇതുവരെ ഞങ്ങൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്കാണെങ്കിലും അതൊരു നോയ്സ് ആയിട്ട് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആ. ഞാൻ ആക്ച്വലി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ആക്ച്വലി അങ്ങനെ ഒരു നോയ്സ് വണ്ടിക്ക് ഉണ്ടെന്നുള്ളത് ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. അത് ഈ ടാപ്പറ്റ് സൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചു കഴിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും വണ്ടി പോട്ടെ, ഓടട്ടെ വണ്ടി. എന്നിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് വരുമ്പോഴത്തേക്കും സർവീസ് സെന്ററിൽ സമീപിക്കാം. ഇതിന്റെ മൈലേജ് എനിക്ക് കിട്ടുന്നത് 32.89 വരെയൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. സച്ചിൻ എത്ര കിട്ടുന്നുണ്ട്? എനിക്ക് 32.2 ഏറ്റവും അവസാനമായിട്ട് ഞാൻ നോക്കിയപ്പോൾ കിട്ടിയിരുന്ന മൈലേജ്. സിറ്റിയിലാണെങ്കിലും ഞാൻ എത്ര റഫ്യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രയും മൈലേജ് തന്നെ കിട്ടുന്നുണ്ട്. ഈവൻ വാഗമണൊക്കെ പോയിട്ടും വാഗമൺ പോകുമ്പോഴത്തേക്കും കുറച്ച് ലോങ് ഡിസ്റ്റൻസ് കിട്ടുമല്ലോ. പക്ഷെ എന്നിട്ട് പോലും ഞാൻ ഇല്ലിക്കൽ കല്ലൊക്കെ ആണെങ്കിലും കുത്തനെയുള്ള കയറ്റമാണ്, എന്നിട്ട് പോലും എനിക്ക് 32 കിട്ടിയിട്ടുണ്ട്. പക്ഷെ പെട്രോൾ അടിക്കുന്നതിൽ വ്യത്യാസം തോന്നാറുണ്ടോ? പെട്ടെന്ന് പെട്രോൾ അടിച്ച് പൈസ കളയാനുണ്ടോ എന്ന് തോന്നാറുണ്ടോ? അതെനിക്ക് ആദ്യം തോന്നിയിരുന്നു. പിന്നെ എനിക്കത് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ പഴയ വണ്ടീനേക്കാളും കൂടുതൽ ഞാൻ ഈ വണ്ടിക്ക് ഓടുന്നുണ്ട്. ആണല്ലേ? എനിക്ക് സിറ്റുവേഷനിലാണ്. ഓക്കെ, ഞാൻ ഓടുന്നത് വൈക്കം മുതൽ എറണാകുളം വരെയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു 20-25 കിലോമീറ്ററോളം എനിക്ക് വളരെ എന്താ പറയുക തിരക്കില്ലാത്ത റോഡുകൾ കിട്ടാറുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് 32 കിലോമീറ്റർ കിട്ടുന്നതെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ഈ മൈലേജ് ഇത്രം കൂടിയത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു തോന്നലാണ്, ഇനി ഇവരെന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ അല്ലേ? അപ്പോൾ എന്തായാലും ഞാനൊരു 650 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 3 ദിവസമൊക്കെ ഉറപ്പായിട്ട് ഓടാറുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഡെയിലി ഉള്ള കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 70 കിലോമീറ്ററാണ്. അപ്പം എനിക്ക് തോന്നുന്നത് മൈലേജ് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഹിമാലയൻ എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഈ വണ്ടിയുടെ ഒരു ബിഗ്നെസ് തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് ഓടിച്ചുകൊണ്ടിരുന്ന ഹോണ്ട 350 RS ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ടൂറിങ്ങും പിന്നെ ഈ രണ്ട് വശത്ത് നമ്മുടെ സാഡിൽ ബാഗൊക്കെ വെച്ചിട്ടുള്ള ഒരു യാത്രകളാണ്. അത് സ്വപ്നം കണ്ട് നമ്മുടെ മനസ്സിൽ ഫുൾ ഇതുപോലൊരു വണ്ടിയാണ്, ഹിമാലയൻ പോലെ ഒരു വണ്ടിയാണ് മനസ്സിൽ കിടക്കുന്നത്. അപ്പം മറ്റുള്ള ഇപ്പോൾ ട്രയംഫിൻ്റെ ഒക്കെ വണ്ടിയാണെങ്കിൽ തന്നെ നമ്മളത് കാണുമ്പോഴത്തേക്കും ഒരു ചെറിയ വണ്ടിയാണ്. ട്രയംഫിൻ്റെ മിക്ക വണ്ടികളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം അത് വളരെ ചെറിയ വണ്ടികളാണ്. ആ സിയും കാര്യങ്ങളും പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ആ വണ്ടിയുടെ വില പോലെ അനുസരിച്ചല്ല വണ്ടിയുടെ വലിപ്പം. ആ വണ്ടിയുടെ വലിപ്പം അത് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന വില നമ്മൾ ചിന്തിക്കുന്നതാണല്ല, കൊടുക്കുന്ന വിലയ്ക്ക് ഒരു വണ്ടിക്ക് ഒരു ഇത്തിരി കൂടെ വലിപ്പം വേണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ആ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഹിമാലയൻ. നമ്മൾ സുഹൃത്തുക്കളാണേലും കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ട്രയംഫ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ നമ്മുടെ ഹിമാലയൻ പുള്ളി നമ്മുടെ അടുത്ത് വന്ന് കണ്ടു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ മനസ്സ് മാറി. ഹിമാലയൻ്റെ ആ വലിപ്പവും ആ ലുക്കും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് മാറി, വീണ്ടും ട്രയംഫ് എടുത്ത് മാറ്റി ഹിമാലയത്തിലേക്ക് മനസ്സ് മാറി. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ എനിക്ക് ട്രയംഫ് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ഒരു വണ്ടിയാണ്. ആക്ച്വലി ഈ ഒരു വാഹനം റിലീസ് ആവുന്ന സമയത്തായിരുന്നു ട്രയംഫിന്റെ ഓൾറെഡി മോഡൽസും കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഇത് തമ്മിലൊരു കമ്പാരിസൺ എനിക്കുണ്ടായിരുന്നു. ഞാനൊരു തീരുമാനം എടുത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു അഡ്വഞ്ചർ ബൈക്കാണ്. പോരാത്തതിന് ഇതിന്റെ ഒരു ബിഗ് ബൈക്ക് ഫീൽ തന്നെയാണ് ശരിക്കും ഈ ഒരു വാഹനത്തിലേക്ക് പോകാനുള്ള കാരണം. ഇപ്പൊ ട്രയംഫിന്റെ വാഹനം എന്നെ സംബന്ധിച്ചാണെങ്കിലും അത് ചെറുതാണ്, പക്ഷെ അത്രമാത്രം നിമ്പിളാണ്, പെർഫോമൻസ് ഉള്ള ഒരു വാഹനമാണ്. എനിക്ക് ആ വാഹനം വളരെ ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു വാഹനത്തിന് കിട്ടുന്ന ഒരു റോഡ് പ്രസൻസ് ഒരു പക്ഷെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു വാഹനത്തിലേക്ക് തന്നെ വരാമെന്ന് വിചാരിച്ചത്. ഇന്നൊരു ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്ങിന് ഇത്ര കണ്ട് സ്യൂട്ടബിൾ ആവുന്ന ഒരു വാഹനം ഈ ഒരു സെഗ്മെന്റിൽ ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. എനിക്കിതിനകത്ത് മനസ്സിലാകാത്തൊരു കാര്യം, ഈ റോയൽ എൻഫീൽഡ് ഈ വണ്ടി ഹിമാലയൻ ഇറക്കുന്ന സമയത്ത് ഒരു പ്രൊമോഷൻ ചെയ്തിരുന്നില്ല. ഇവർ ഹിമാലയത്തിൽ പോകുന്നതും 5000 കിലോമീറ്റർ മറ്റുള്ള ഒരു റൈഡ്. അപ്പം ഇവർ ഈ റൈഡിൽ ഗോവ വഴിയാണ് ഈ റൈഡ് പോകുന്നത്. അപ്പോൾ ഇവർ ഷൂവിൻ്റെ അകത്ത് വെള്ളം കയറുന്നു, ഷൂ ചരിച്ചു പിടിക്കുന്നു, വെള്ളം കളയുന്നു. ഇവർ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഏതെങ്കിലും 3-4 റൈഡേഴ്സിൻ്റെ കയ്യിൽ ബൈക്ക് കൊടുത്തിട്ട് ഇവർ ഫ്ലൈറ്റിൽ കയറിയാണ് ഹിമാലയത്തിൽ പോയേക്കണം എന്നുള്ളതാണ് എൻ്റെ ബലമായ സംശയം. കാരണം വെറും 500 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റുകൾ എന്തെന്നും മനസ്സിലാക്കാൻ പറ്റും. ആ സംഭവം മനസ്സിലാക്കാണ്ട് ഇവർ 5000 കിലോമീറ്റർ ഓടി വണ്ടി സൂപ്പർ എന്ന് പറഞ്ഞ് തള്ളി മറിക്കുമ്പോഴത്തേക്കും 4 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം വളരെ ദയനീയമാണ് ഈ ഒരു അനുഭവം എന്ന് പറയുന്നത്. കാരണം വണ്ടിക്കുള്ള വൈബ്രേഷൻ, പിന്നെ ഈ ടാപ്പറ്റ് സൗണ്ട്, വേറെ ഒരു സൈഡിലേക്കുള്ള വലിവ്, ഇതൊന്നും ഒരുപാട് കിലോമീറ്റർ കഴിഞ്ഞ ശേഷമല്ല. ഇതൊക്കെ വെറും 1000 കിലോമീറ്ററിനുള്ളിലാണ് ആൾക്കാർ കണ്ടെത്തിയ കംപ്ലൈൻറ്റ്സ് ആണ് ഈ പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, റോയൽ എൻഫീൽഡിൻ്റെ ഈ പറഞ്ഞ നിർമ്മാതാക്കൾ
ഇത് സത്യത്തിൽ മനസ്സിലാക്കാണ്ട് ഇവര് സത്യത്തിൽ വണ്ടി ഓടിച്ചിരുന്നില്ല. റോയൽ എൻഫീൽഡ് പുതിയതായിട്ട് ഇറക്കുന്ന ഒരു വാഹനം അത് എടുക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു ആശങ്ക എന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, പരിഹരിക്കാത്ത എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളതാണ്. കാരണം ഇതിനു മുമ്പ് വന്നിട്ടുള്ള പല മോഡലുകൾക്കും, പ്രത്യേകിച്ച് ഇതിനു മുമ്പ് വന്ന ഹിമാലയന്റെ കാര്യത്തിലാണെങ്കിലും ഇതുപോലെ ആദ്യത്തെ ബാച്ചിന് ഒരുപാട് കംപ്ലൈന്റുകൾ ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ആ ഒരു പേടി ഈ ഒരു വാഹനത്തിന്റെ കാര്യത്തിൽ എനിക്കുണ്ടായിരുന്നു. അതായത് ആദ്യത്തെ ബാച്ച് എടുക്കുന്നത് ഒരുപക്ഷെ ഒരു മണ്ടത്തരമാവുമെന്ന് ഒരുപാട് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റോയൽ എൻഫീൽഡ് നമ്മളിലേക്ക് ഒരു വിശ്വാസ്യത കൊണ്ടുവന്നത് അവരുടെ ഒരു 5000 കിലോമീറ്ററോളം നീണ്ട ഒരു എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ നിന്ന് ഹിമാലയം വരെ അവര് റൈഡേഴ്സിനെ കൊണ്ടുപോയ ഒരു റൈഡ് ആ ഒരു പ്രൊമോഷൻ വഴിയാണെന്ന് തോന്നുന്നു. അതെ. സോ നമ്മളെ വിശ്വാസം മുഴുവനും ഉണ്ടായത് അതിനകത്താണ്. അതെ, ഒരു ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് മെഷീൻ ആണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ആ ഒരു പ്രൊമോഷന് സാധിച്ചു. ഒരുപാട് ഹൈപ്പും വന്നു അതിൽ തന്നെ. കാരണം ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടെ ഒക്കെ വണ്ടി കൊണ്ടുപോകുന്നു, വണ്ടി പലതവണ വീഴുന്നു, എന്നിട്ട് പോലും ഇത് ഇത്രയും സർവൈവ് ചെയ്യുന്നു. അപ്പോ നമ്മൾ അതുകൊണ്ടൊക്കെ കൂടിയാണ് ശരിക്കും കൺവിൻസ് ആക്കി. ശരിക്കും അപ്പോ ആക്ച്വലി അത്ര കിലോമീറ്റർ ഓടിക്കുന്ന ഒരാൾക്ക്, അത്ര കിലോമീറ്റർ ഓടിക്കണ്ട, ഒരു 500 തൊട്ട് 1000 കിലോമീറ്റർ വരെ ഓടിക്കുമ്പോഴെങ്കിലും ഈ വണ്ടിക്ക് എന്തൊക്കെ പോരായ്മകൾ ഉണ്ട്, എവിടെയൊക്കെ ഇമ്പ്രൂവ്മെന്റിന് സ്കോപ്പ് ഉണ്ടെന്നുള്ളത് ആർക്ക് വേണേ പിടികിട്ടും. പക്ഷെ ഇത്ര ദൂരെ ഓടിക്കുമ്പോൾ ആർക്കും ഇത് മനസ്സിലായില്ലേ എന്നുള്ളതാണ്. അവരാരും പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അതെ, നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച സത്യത്തില് ആക്ച്വലി തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇപ്പം ഈവൻ യൂട്യൂബേഴ്സ് ഏറ്റവും അവസാനം ഇതിന്റെ ലോഞ്ചിന് ശേഷം ഹിമാലയത്തിൽ വെച്ചിട്ട് തന്നെ ഇതിന്റെ യൂട്യൂബേഴ്സ് ഇത് ഓടിച്ച് റിവ്യൂസ് പറഞ്ഞിരുന്നല്ലോ. ആ സമയത്താണെങ്കിലും അവർ ഒരുപാട് ദൂരം ഇത് ഓടിച്ചതാണ്. അപ്പോഴും ഇതിൽ വരാവുന്ന കംപ്ലൈന്റ്സിനെ കുറിച്ചോ മറ്റോ അവർക്ക് ഒരു ധാരണ ഉണ്ടാവേണ്ടതല്ലേ. പക്ഷെ അവർ അതിനെ കുറിച്ചൊന്നും സംസാരിച്ചിരുന്നു, ആരും പറഞ്ഞില്ല. എന്നാൽ ഇത് ജസ്റ്റ് വണ്ടി ഡെലിവറി വെറും ഒരു 500 കിലോമീറ്റർ ഓടിച്ചാൽ ഇതിന്റെ സകലമാന കംപ്ലൈന്റുകളും മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഒരു കുഞ്ഞു പോലും അത് പറഞ്ഞില്ല. ഈ വാഹനത്തിനാണെങ്കിലും ഇതൊരു പെർഫെക്റ്റ് മെഷീൻ ഒന്നുമല്ല. കാര്യം ഇതൊരു ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് വാഹനത്തിന്. പക്ഷെ ഒരു കാരണവശാലും ഇതൊരു പെർഫെക്റ്റ് മെഷീൻ ആണെന്ന് ഞാൻ പറയില്ല. കാരണം എനിക്കറിയാവുന്ന ആളുകൾക്ക് തന്നെ, അല്ലെങ്കിൽ ഞാൻ മെമ്പർ ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ വാഹനത്തിന്റെ പല വിധത്തിലുള്ള മിസ്റ്റേക്കുകൾ പറയുന്ന ആളുകളുണ്ട്. അതിൽ ചിലരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇതിന് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ടാർഗറ്റ് നോയ്സ് തന്നെയായിരിക്കും തോന്നുന്നു. അതെ, ചിലർ വാഹനത്തിന് കുറെ അധികം ഓടിച്ചു വരുമ്പോഴത്തേനും നല്ല ഹീറ്റിംഗ് വരുന്നുണ്ട്, നോയ്സ് ട്രാക്ടറിന്റെ പോലെ നോയ്സ് വന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കൂടി കുറച്ച് കിലോമീറ്ററോളം വണ്ടി മാറി ഒന്ന് ഓടിച്ചു നോക്കി. പക്ഷേ എനിക്ക് ഇദ്ദേഹത്തിന്റെ വണ്ടി ഒട്ടും വൈബ്രേഷൻ ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഒട്ടും എന്ന് പറയാൻ ചെറിയ തരിപ്പ്, അല്ലാണ്ട് തരിപ്പൊന്നും പറയാൻ പറ്റില്ല. അത് നോർമലി ഉള്ള സാധനം തന്നെയാണ്. തേർഡ് ഗിയറിലേക്ക് ഇട്ട് പോയിട്ട് വൈബ്രേഷൻ ഇല്ല ഇദ്ദേഹത്തിന്. എൻ്റെ വണ്ടിയിൽ ഒരല്പം ഫോർത്തില് അത് വൈബ്രേഷൻ ഒന്നും പറയാനില്ല. കൺസേണിംഗ് ആയിട്ട് എനിക്ക് ഒന്നും തോന്നിയില്ല. ഒരു ജസ്റ്റ് ആ ഒരു ബസ്സിങ് അത്രയും മാത്രം. എനിക്ക് തോന്നുന്നത് വണ്ടി ഓടും തോറും ഇതൊക്കെ കുറച്ച് പരിഹരിക്കപ്പെടുന്നുണ്ടെന്നാണ് തോന്നുന്നത്, അല്ലേ? എനിക്ക് ആ രീതിയിൽ തോന്നുന്നുണ്ട്. കാരണം എനിക്കും സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് സർവീസിനൊക്കെ മുമ്പുള്ള ഒരു സമയത്ത് കുറച്ചുകൂടെ ഒരു വൈബി ആയിട്ട് തോന്നിയിരുന്നു. സർവീസ് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ അധികം മാറി, വണ്ടി റിഫൈൻഡ് ആയി, കുറേ അധികം റിഫൈൻഡ് ആയി. 3000 കിലോമീറ്റർ ആയതോടുകൂടി വീണ്ടും കുറേ കൂടി വൈബ്രേഷൻ കുറഞ്ഞു. എനിക്ക് വേറൊരു കാര്യം തോന്നുന്നത്, വണ്ടി പലപ്പോഴും നമുക്ക് വൈബ്രേഷൻ തോന്നുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ വണ്ടി ഒരുപാട് RPM അങ്ങോട്ട് കയറ്റി ആ ഒരു ഗിയറിന്റെ അതിന് പറഞ്ഞിട്ടുള്ള ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുമ്പോഴത്തേനും നമുക്ക് ഒരു വിഷയമില്ല. പക്ഷെ ഞാനിപ്പം അത് മാക്സിമം ത്രോട്ട് കൊടുത്താണ് ഞാൻ ഓടിച്ചത്, പക്ഷെ വൈബ്രേഷൻ ഇല്ല. കൺസേണിംഗ് ആയിട്ടുള്ള ഒരു ഇതും തോന്നിയില്ല. സാധാരണ ഇതുപോലെ ഒരു വാഹനം ഓടിക്കുമ്പോൾ അതിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏറ്റവും കുറഞ്ഞൊരു വൈബ്രേഷൻ അതെന്തായാലും കാണുമല്ലോ. അത്രയാണ് ഇപ്പം നിലവിൽ ഇതുവരെ നമ്മുടെ വണ്ടിയുടെ അനുഭവം. ഇതൊക്കെയാണ് നമ്മുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ, ബൈ.